ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചൻ്റെയൊക്കെ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇനി അതല്ല കിച്ചൺ ഏരിയയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കബോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കുന്നതല്ല, ഇച്ചിരി റിസ്ക് ആയിരിക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കിച്ചണിൽ വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് കിച്ചൻ്റെ പൊസിഷൻസ് എവിടെയെല്ലാം വെക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്യണം. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജ് വയ്ക്കുന്ന ഏരിയ, നമ്മുടെ അടുപ്പ് വയ്ക്കുന്ന ഏരിയ, അതായത് ചിമ്മിണി വയ്ക്കുന്ന ഏരിയ, അതായത് ഹോബ് വയ്ക്കുന്ന ഏരിയ, പിന്നെ നമ്മൾ സിങ്ക് വയ്ക്കുന്ന ഏരിയ, ഇത് ആദ്യമേ തന്നെ വീട് പണിയുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന് മുന്നേ വയറിങ്ങിൻ്റെ സമയത്ത് തന്നെ തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ഏറ്റവും അത്യാവശ്യം ഒരു ഫിക്സഡ് തീരുമാനം, അതായത് ഡയഗ്രത്തിൽ ഓൾറെഡി ഉണ്ടാവും, വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉണ്ടാവും. പക്ഷേ അത് കൂടാതെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തി വയറിങ്ങിൻ്റെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ വയറിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോയിൻറ്റുകളെല്ലാം കറക്റ്റാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഈ വയറിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോയിൻറ്റുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരും. പല പോയിൻറ്റുകളും പല സ്ഥലത്ത് വരാത്ത ഒരവസ്ഥ വരും. പിന്നെ ഈ ഹോബൊക്കെ പുറത്തേക്ക് തുളയ്ക്കുന്ന സമയത്ത് പൈപ്പിലൊക്കെ കയറി വയറൊക്കെ കട്ടാവാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് സിങ്ക് എവിടെയാണെന്ന് തീരുമാനിക്കണം. പിന്നെ കബോർഡ് മൊത്തം വർക്ക് വരുന്നുണ്ടോ എന്ന് തീരുമാനിക്കണം. പിന്നെ അതുപോലെ തന്നെ ചിമ്മിണി എവിടെയാണെന്ന് തീരുമാനിക്കണം. സിങ്കിൻ്റെ പൊസിഷൻ, ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ, ഇതെല്ലാം തീരുമാനിച്ചതിന് ശേഷം അവിടേക്ക് വരുന്ന പോയിൻറ്റുകളാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കബോർഡ് സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏകദേശം, അതായത് കബോർഡ് മൊത്തം ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഈ ഹോബ് വരുന്ന ഏരിയകളിൽ ഹോബിൻ്റെ താഴെയൊക്കെ നമ്മൾ ഈ ഏരിയ അല്ല തൊട്ടുപുറത്ത് മാറിയിട്ട് വരുന്ന ഏരിയകളിൽ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിമ്മിണി ഉള്ള ഏരിയയിൽ നമ്മൾ ഗ്യാസിൻ്റെ സ്റ്റവ് വയ്ക്കുന്ന സ്ഥലത്ത് താഴെ കുഴിച്ചിട്ടിരിക്കുന്ന ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരേ ലെവലിൽ, അതായത് ടൈലിൻ്റെ സെയിം ലെവലിൽ നമ്മൾ ചിമ്മിണി അല്ലെങ്കിൽ അടുപ്പ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചിമ്മിണിയുടെ, അതായത് അടുപ്പ് വരുന്ന ഏരിയകളിൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് കുറച്ച് താഴ്ത്തിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതുപോലുള്ള സ്റ്റവ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരേ ലെവലിൽ, അതായത് ടൈലിൻ്റെ സെയിം ലെവലിൽ, ഒട്ടും പൊങ്ങി നിൽക്കാത്ത രീതിയിൽ സെയിം ലെവലിൽ തന്നെയുള്ള അടുപ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ സിങ്കിൻ്റെ പൊസിഷൻ നമ്മൾ സെലക്ട് ചെയ്തു, ഏത് ഏരിയ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയല്ല, ഇപ്പോൾ ഈ കബോർഡുകളെല്ലാം കാണാൻ സാധിക്കും. ഈ കബോർഡുകളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ തന്നെ സെറ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. കബോർഡിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് വരുന്നത്. അതിൻ്റെ താഴേക്ക് നമുക്കൊരു പോയിൻറ്റുകൾ കാര്യങ്ങൾ കൊണ്ടു നിർത്താൻ സാധിക്കും. പിന്നെ ഫുൾ കബോർഡ് ചെയ്യണമെങ്കിൽ ഫുൾ കബോർഡ് ചെയ്യാം, താഴത്തെ കബോർഡ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഈ കബോർഡ് കൂടാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോ കിച്ചൺ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഏരിയകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ലൈറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ചെയ്യണമെങ്കിൽ അതിൽ നമുക്കൊരു പോയിൻറ്റ് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരണം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫ്രണ്ടിലുള്ളൊരു കിച്ചണിൻ്റെ ഏരിയയാണ് വരുന്നത്, ഷോ കിച്ചണാണ് വരുന്നത്. അപ്പോൾ മോഡുലർ ടൈപ്പ് കിച്ചൺ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പോയിൻറ്റ് കൊണ്ടുവരണം. അതും നമ്മൾ നേരത്തെ തീരുമാനിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ നല്ല രീതിയിൽ തന്നെ കിച്ചണിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പോയിൻറ്റുകൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ കിച്ചൺ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ ഓക്കെ ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇനി ഫാൻ സെലക്ട് ചെയ്യുന്നത്, ഫാൻ നിങ്ങൾ കാണാൻ സാധിക്കേണ്ടത് നേരെ മുകളിൽ രണ്ട് സൈഡും കബോർഡ് വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഫാനോ ഇനി അതിന് സൈഡിൽ നിന്നുള്ള വാൾ ഫാനോ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള പോയിൻറ്റും നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കിച്ചൺ എങ്ങനെ ചെയ്യുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്, ചിമ്മിണി വയ്ക്കുന്ന സമയത്ത് ചിമ്മിണിയുടെ ഔട്ട് പോകുന്ന ഏരിയ ഉണ്ട്. അതായത് ചിമ്മിണിയുടെ പൈപ്പ് ഔട്ട് പോകുന്നത്, അതായത് ഗ്യാസ് സ്റ്റവ് വയ്ക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിമ്മിണി വയ്ക്കും, ഹോബ് വയ്ക്കും. അതിൻ്റെ ഔട്ട് പോകുന്ന 6 ഇഞ്ച് പൈപ്പായിരിക്കും. ഈ 6 ഇഞ്ച് പൈപ്പ് നേരെ പുറത്തേക്ക് തുളച്ച് ഓൾറെഡി ചെയ്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ച് നമുക്ക് അവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പൈപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഹോളായിട്ട് വരുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം. ഏറ്റവും നല്ലത് ഒരു 6 ഇഞ്ച് പൈപ്പ് തന്നെ ഒരടിയുടെയൊക്കെ പീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് എക്സോസ്റ്റിന് വയ്ക്കുന്ന പോലെ തന്നെ നമ്മളവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിനോട് പുറത്തേക്ക് ക്ലിയർ ചെയ്ത് അടച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പോൾ വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷമായിരിക്കും സാധാരണ ഈ പറഞ്ഞ ഹോബ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഒരു വെട്ടിപ്പൊളി അല്ലെങ്കിൽ കുത്തി പൊളിക്കുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കിച്ചൺ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.